പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റോയൽ റംബിൾ 2026 റിവ്യൂ ആണ്. സൗദി അറേബ്യയിൽ വെച്ച് ഇന്നലെ നടന്ന റോയൽ റംബിൾ 2026 ആരാധകരെ സംബന്ധിച്ചൊരു മിക്സ്ഡ് റിയാക്ഷനാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. റോയൽ റംബിൾ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടവരും ഒരു ആവറേജ് രീതിയിൽ കാണുന്നവരും ഉണ്ട്. മോശമായിട്ടുള്ള ഒരു അഭിപ്രായം എവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ റോയൽ റംബിൾ 2026 റിവ്യൂവിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ തുടക്കത്തിലെ മത്സരമായി പതിവ് പോലെ നമുക്ക് കാണാൻ സാധിച്ചത് വുമൻസ് റോയൽ റംബിൾ മത്സരമാണ്. ഈ വുമൻസ് റോയൽ റംബിളിലെ ആദ്യ എൻട്രൻറ്റുകളായിട്ട് വന്നത് ഷാർലറ്റ് ഫ്ലെയറും അലക്സിയ ബ്ലിസുമാണ്. ഇരുവരും ടാഗ് ടീം പാർട്ട്നേഴ്സ് ആണെന്ന് നമുക്ക് അറിയാം. ഇരുവരും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ ആദ്യം അവർ കാണിക്കുന്നില്ല. അവർ മറ്റ് എൻട്രൻറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് മൂന്നാമത്തെ നമ്പറായിട്ട് കിയാന ജെയിംസും നാലാമത്തെ നമ്പറായിട്ട് നയ ജാക്സും കയറി വരുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഈ വുമൻസ് റോയൽ റംബിളിലെ ആദ്യത്തെ എലിമിനേഷൻസ് നടക്കുന്നത് 8ാമത്തെ നമ്പറായിട്ട് വന്ന ജോർഡൻ ഗ്രേസ് റിങ്ങിലേക്ക് എത്തുന്നതോട് കൂടിയിട്ടാണ്. ജോർഡൻ ഗ്രേസ് റിങ്ങിലേക്ക് വന്നതിന് ശേഷം 6ാമത്തെ നമ്പറായിട്ട് വന്ന NXTയിലെ ലോല വൈസിനെയും 5ാമത്തെ നമ്പറായിട്ട് വന്ന ഐവി നൈലും 7ാമത്തെ നമ്പറായിട്ട് വന്ന കാൻഡിസ് ലെറൻ തുടങ്ങിയവരെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നത് ജോർഡൻ ഗ്രേസിനെ കുറച്ച് പവർഫുള്ളായി കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് നയ ജാക്സിനെ ഷാർലറ്റ് ബിഗ് ബൂട്ട് കൊടുത്ത് ഈ മത്സരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്ന അതേ ഒരു മൊമെൻറ്റിൽ അലക്സിയ ബ്ലിസിൻ്റെയും അബുദത്തിൽ എലിമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. റിങ്ങിൻ്റെ ഏപ്രോണിൽ നയ ജാക്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച അലക്സിയ ബ്ലിസ് അങ്ങനെ ഒരു മൊമെൻറ്റ് വരുന്ന സമയത്താണ് നയ ജാക്സിന് നേരെ ഒരു ബിഗ് ബൂട്ട് കൊടുത്തുകൊണ്ട് ഷാർലറ്റ് ഒരു ആക്രമണം കാഴ്ചവെക്കുന്നത്. ഇതേ സമയത്ത് തന്നെ അലക്സിയ ബ്ലിസും എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അലക്സിയ ബ്ലിസിനെ എലിമിനേറ്റ് ചെയ്തു എന്നുള്ള ഒരു സങ്കടത്തിലിരിക്കുന്ന ഒരു സമയത്താണ് വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പിന്നീട് ബെക്കി ലഞ്ചും ഷാർലറ്റ് ഫ്ലെയറും തമ്മിലുള്ള ഒരു ബ്രൗള് റിങ്ങിൻ്റെ പുറത്തും പിന്നീട് റിങ്ങിൻ്റെ ഉള്ളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇത് ഇവരുടെ ഒരു റയൽ വെൽറി ഹിസ്റ്ററിയാണ് അവർ ഉദ്ദേശിച്ചത്. പിന്നീട് 12ാമത്തെ നമ്പറായിട്ട് വന്ന മുൻ വുമൻസ് ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ മെക്സിനി ഡുപ്രി, 13ാമത്തെ നമ്പറായിട്ട് വന്ന നറ്റാലിയ, ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. പിന്നീട് ഇവിടെ ഒരു മാറ്റം സംഭവിക്കുന്നത് മെക്സിനി ഡുപ്രി ഈ ബെക്കി ലഞ്ചിന് നേരൊക്കെ ശ്രദ്ധ കൊടുക്കുന്നു. ഇതേ സമയത്ത് ബെക്കി ലഞ്ച് മെക്സിനി ഡുപ്രിയെ എലിമിനേറ്റ് ചെയ്യുന്നു. ഇതേ മൊമെൻറ്റിൽ ബെക്കി ലഞ്ചിനെ നറ്റാലിയ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. 14ാമത്തെ നമ്പറായിട്ട് വന്ന ലിവ് മോർഗൻ ഈ ഒരു റോയൽ റംബിളിലേക്ക് എൻട്രൻ്റായിട്ട് എത്തുന്നതോടുകൂടി എല്ലാ റോയൽ റംബിളുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത 2 വുമൺ റെസ്ലേഴ്സ് അത് നറ്റാലിയയും ലിവ് മോർഗനുമായി മാറുന്നു. അങ്ങനെ വലിയൊരു റെക്കോർഡ് ഇരുവർക്കും സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ലിവ് മോർഗനും കൂടി റിങ്ങിലേക്ക് എത്തിയതിന് ശേഷം ജഡ്ജ്മെൻറ്റിൻ്റെ ഇടയിലെ 3 പേരും റിങ്ങിൽ ഒരേ സമയത്ത് ആയി. അതായത് 17ാമത്തെ നമ്പറായിട്ട് റെഗൽ റോഡ്രിഗസും കൂടി വന്നതിന് ശേഷം ഇവർ ടീമായിട്ട് പെർഫോം ചെയ്യാൻ ആരംഭിച്ചു. അതിൽ 3ാമത്തെ നമ്പറായിട്ട് വന്ന കിയാന ജെയിംസിനെ ഇവർ പുറത്താക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ജാപ്പനീസ് റെസ്ലിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജൂലിയ 19ാമത്തെ നമ്പറായിട്ടാണ് വന്നത്. അതുപോലെ തന്നെ 20ാമത്തെ നമ്പറായിട്ട് വന്ന വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഇയോസ്കയും 21ാമത്തെ നമ്പറായിട്ട് വന്ന ആസ്കയും ഈ ജാപ്പനീസ് റെസ്ലിംഗ് കൾച്ചറിനോട് അനുബന്ധിച്ച് കുറച്ച് ഫേസ് ടു ഫേസ് വരുന്ന മൊമെൻറ്റ്സും അതുപോലെ തന്നെ ഒരു ഫൈറ്റും കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. 22ാമത്തെ നമ്പറായിട്ട് റിയ റിപ്ലിയും കൂടി റിങ്ങിലേക്ക് വരുന്നു. റിയ റിപ്ലി വന്ന ഉടനെ തന്നെ ആൽബ ഫയർ, മത്സരത്തിൽ ഇല്ലാത്ത ആൽബ ഫയറിനെ എലിമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. കൂടാതെ റോക്സിനി പെരസിനെയും റിയ റിപ്ലി എലിമിനേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. 23ാമത്തെ നമ്പറായിട്ട് വന്ന ബെയ്ലി സോൾ റൂക്കയെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ സോൾ റൂക്ക മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് മികച്ച രീതിയിൽ എലിമിനേഷൻസിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നതൊക്കെയാണ് നമുക്ക് ഈ വുമൻസ് റോയൽ റംബിളിൽ ഉടനീളം കാണാൻ സാധിച്ചത്. സോൾ റൂക്ക 10ാമത്തെ നമ്പറായിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നത്. 28ാമത്തെ നമ്പറായിട്ട് കൈറി സെയിൻ വരുന്നുണ്ട്. കൈറി സെയിൻ വന്നതിന് ശേഷം ആസ്കയുമായി ചേർന്ന് ചില മൂവ്സൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേ ആസ്കയെ ടാഗ് ടീം പാർട്ട്ണറായ കൈറി സെയിൻ തന്നെ അബുദത്തിൽ പുറത്താക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇതേ കൈറി സെയിൻ അപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. 29ാമത്തെ നമ്പറായിട്ട് വുമൻസ് റോയൽ റംബിളിലേക്ക് നടത്തിയ എൻട്രൻറ്റ് അത് ബ്രീ ബെല്ലയായിരുന്നു. ഈ വുമൻസ് റോയൽ റംബിളിലെ ഏറ്റവും വലിയൊരു സർപ്രൈസും ബ്രീ ബെല്ലയായിരുന്നു. ബ്രീ ബെല്ല വന്ന ഉടനെ തന്നെ സിസ്റ്ററായ നിക്കി ബെല്ലയുമായിട്ട് ടീം ആയി. ബെല്ല ട്വിൻസ് എന്ന് പറയുന്ന ഇവരുടെ ടീം റീയൂണിയൻ ചെയ്യിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ ഈ ഫാൻസ് യെസ് ചാൻസ് കൊടുത്ത് ബ്രീ ബെല്ലയെ സ്വാഗതം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഈ വുമൻസ് റോയൽ റംബിളിലെ 30ാമത്തെയും അവസാനത്തെയും എൻട്രൻ്റായി വന്നത് ടിഫനി സ്ട്രാറ്റൻ എന്ന് പറയുന്ന മുൻ WWE ചാമ്പ്യൻ ആയിരുന്നു. ഈ WWE വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റനും കൂടി റിങ്ങിലേക്ക് വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നല്ലൊരു ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു വുമൻസ് റോയൽ റംബിൾ മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവസാനത്തെ 10 മിനിറ്റ് നിന്ന് കത്തിക്കുകയായിരുന്നു. ബെല്ല ട്വിൻസ് ബ്രീ ബെല്ലയും നിക്കി ബെല്ലയും
ബെയ്ലിയെയും ലൈറ വാൽക്കിരിയെയും പുറത്താക്കുന്നതായിട്ടുള്ള മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു. ഇതേ സമയത്ത് തന്നെ NXTയുടെ വുമൻസ് ചാമ്പ്യനായ JC ജെയിൻ 27ാമത്തെ നമ്പറായിട്ട് വന്ന കെലനി ജോർദനെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇതേ സമയത്ത് സോൾ റൂക്കയുടെ സോൾ സ്നാച്ചർ എന്ന് പറയുന്ന ഫിനിഷർ അടിച്ച് JC ജെയിനെ സോൾ റൂക്ക ഈ റോയൽ റംബിൾ മത്സരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. 15ാമത്തെ നമ്പറായിട്ട് വന്ന ലാഷ് ലെജൻഡ് ആയിരുന്നു ഇതിലെ ഒരു ഡൊമിനൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതായത് ഹൈ ലെവലിലുള്ള 5 റെസ്ലേഴ്സിനെയാണ് ലാഷ് ലെജൻഡ് അവസാനത്തെ 10 മിനിറ്റിൽ പുറത്താക്കിയതിൽ. അതിൽ ജോർദൻ ഗ്രേസ്, ബെല്ല ട്വിൻസ്, ഷാർലറ്റ് ഫ്ലെയർ, ഇയോ സ്കൈ തുടങ്ങിയവരെയൊക്കെ പുറത്താക്കുന്നതായിട്ടുള്ള ലാഷ് ലെജൻഡിൻ്റെ ഒരു വലിയ മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു. ഈ ലാഷ് ലെജൻഡിൻ്റെ ഈ ലെജൻഡറി റണ്ണ് അവസാനിപ്പിക്കുന്നത് റിയ റിപ്ലി ആയിരുന്നു. ഇയോ സ്കൈയെ പുറത്താക്കിയ ദേഷ്യത്തിലാണ് ലാഷ് ലെജൻഡിനെ റിയ റിപ്ലി നേരിടുന്നതും പുറത്താക്കുന്നതും. റഗൽ റോഡ്രിഗസ് റിയ റിപ്ലിയെ ടഹാന ബോംബ് എന്ന് പറയുന്ന ഫിനിഷർ അടിച്ച് പുറത്താക്കുന്നതായിട്ടുള്ള ഒരു മൊമെൻറ്റ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചു. ഇതേ റഗൽ റോഡ്രിഗസിനെ അപ്പോൾ തന്നെ ലിവ് മോർഗൻ എലിമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ജഡ്ജ്മെൻറ്റ് ടീമിൻ്റെ ഫ്യൂച്ചർ ഇനി എന്തായിരിക്കുമെന്നുള്ള വലിയ ചോദ്യങ്ങൾ ബാക്കി നിർത്തിയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നീട് അവിടെ അവശേഷിച്ചത് 3 പേരാണ്. സോൾ റൂക്ക NXTയിൽ നിന്ന് വന്ന താരം, റിട്ടേൺ ചെയ്ത് വന്ന വുമൻസിൻ്റെ മുൻ ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ, ലിവ് മോർഗൻ തുടങ്ങിയ 3 പേരായിരുന്നു. ഇവരുടെ ഒരു ഫൈറ്റ് റിങ്ങിൻ്റെ ഏപ്രോണിലേക്ക് എത്തുന്നു. റിങ്ങിൻ്റെ ഏപ്രോണിൽ വെച്ചിട്ട് ടിഫനി സ്ട്രാറ്റനെ സോൾ സ്നാച്ചർ എന്ന് പറയുന്ന ഫിനിഷർ അടിച്ച് സോൾ റൂക്ക ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ടിഫനി സ്ട്രാറ്റൻ സോൾ റൂക്കയെ റിങ്ങിൻ്റെ പുറത്തേക്ക് വലിച്ചിടുന്നു. അങ്ങനെ സോൾ റൂക്ക എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഇതേ അവസരത്തിൽ ടിഫനി സ്ട്രാറ്റനെയും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ലിവ് മോർഗൻ ഈ വുമൻസ് റോയൽ റംബിൾ മത്സരത്തിൽ വിജയം കരസ്ഥമാക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 2 റോയൽ റംബിളുകളിൽ ഒരു റണ്ണറപ്പായിട്ട് അവശേഷിച്ച ലിവ് മോർഗനെ 2026 വുമൻസ് റോയൽ റംബിൾ വിജയിച്ച് വുമൻസ് റോയൽ റംബിൾ ആദ്യമായിട്ട് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നു. ലിവ് മോർഗൻ ഇനി ഏത് ചാമ്പ്യൻഷിപ്പിനായിരിക്കും ചലഞ്ച് ചെയ്യുക എന്നുള്ള വലിയ ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് ലിവ് മോർഗൻ്റെ വലിയൊരു സെലിബ്രേഷനും വലിയ കാണികളുടെ ഒരു ആരവവും കാണിച്ചുകൊണ്ടാണ് ആദ്യത്തെ വുമൻസ് റോയൽ റംബിൾ മത്സരം റോയൽ റംബിൾ 2026 അവസാനിക്കുന്നത്. റോയൽ റംബിൾ 2026 രണ്ടാമത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് AJ സ്റ്റൈൽസിൻ്റെ കരിയർ മുന്നോട്ടേക്ക് വെച്ച AJ സ്റ്റൈൽസ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മത്സരമാണ്. ടോട്ടൽ AJ സ്റ്റൈൽസ് റിട്ടയർ ചെയ്യണമെന്നുള്ള ഒരു സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്ത മത്സരം അതിഗംഭീരമായിട്ടാണ് ആരംഭിച്ചത്. മത്സരത്തിൻ്റെ പുറത്ത് വെച്ച് മത്സരത്തിൻ്റെ ആ ഒരു ബാരിക്കേഡിലേക്ക് AJ സ്റ്റൈൽസിനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ട് ഗുന്തർ തുടക്കത്തിലെ AJ സ്റ്റൈൽസിന് എതിരെ ഒരു മേധാവിത്വം നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടത്തുന്നുണ്ട്. AJ സ്റ്റൈൽസ് കോഫ് ക്രഷർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സബ്മിഷൻ ഫിനിഷർ അടിച്ച് ഗുന്തറിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനിടയിൽ AJ സ്റ്റൈൽസിനെതിരെ പവർ ബോംബ് പോലെയുള്ള മൂവ്സ് ഉപയോഗിച്ചും AJ സ്റ്റൈൽസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്താനും ഗുന്തർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ AJ സ്റ്റൈൽസും പവർ ബോംബൊക്കെ ചെയ്ത് തിരിച്ചടിച്ച് മത്സരം AJ സ്റ്റൈൽസിൻ്റെ വരുതിയിലാക്കാനും അതേസമയത്ത് 450 എന്ന് പറയുന്ന ആ ഒരു സ്പ്ലാഷ് മൂവ് അതും ചെയ്തുകൊണ്ട് AJ സ്റ്റൈൽസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ വജ്രായുധങ്ങളും പുറത്തേക്കെടുത്ത് ഗുന്തറിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവസാനം ഇരുവരും സ്ലീപ്പർ ഹോൾസ് എന്ന് പറയുന്ന സബ്മിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മത്സരത്തിൽ അവർക്കുള്ള ഒരു മേധാവിത്വം നേടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും AJ സ്റ്റൈൽസിന് ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു മൊമെൻറ്റ് സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുന്നില്ല. അവസാനം ഒരു പവർ ബോംബും തുടർന്ന് ഒരു സ്റ്റൈൽസ് ക്ലാഷും ചെയ്ത് അവിടെ ഗുന്തറിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമവും നടത്തുന്ന ഒരു സമയത്ത് പക്ഷേ അത് രണ്ടാമത്തെ പിന്നിൽ തന്നെ കിക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഗുന്തർ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഫിനോമിനൽ ഫോറാം എന്ന് പറയുന്ന മൂവൊക്കെ റിങ്ങിൻ്റെ പുറത്ത് വെച്ചിട്ട് AJ സ്റ്റൈൽസ് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മത്സരം ആര് വിജയിക്കുമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി പോകുന്ന ഒരു സമയത്താണ് അവസാനം AJ സ്റ്റൈൽസിനെതിരെ പതിവ് പോലെ ഗുന്തറിൻ്റെ സബ്മിഷനായ സ്ലീപ്പർ ഹോൾഡ് ഇടുന്നത്. AJ സ്റ്റൈൽസ് തുടക്കത്തിൽ അതിനൊരു തിരിച്ചുവരവ് നടത്തുന്ന രീതിയിൽ 1-2 മൊമെൻറ്റ്സ് കാണിച്ചു എന്നുണ്ടെങ്കിലും AJ സ്റ്റൈൽസിന് തിരിച്ചുവരാൻ സാധിച്ചില്ല. അവസാനം അദ്ദേഹം പാസ് ഔട്ട് ചെയ്യുന്ന ഒരു മൊമെൻറ്റും റഫറി പെട്ടെന്ന് തന്നെ മത്സരം അവസാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എൻഡ് ആയിരുന്നു. സീനയെ പോലെ ടാപ്പ് ഔട്ട് ചെയ്തില്ല. AJ സ്റ്റൈൽസ് പാസ് ഔട്ട് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഗുന്തർ വിജയിക്കുന്നു. AJ സ്റ്റൈൽസിൻ്റെ കരിയർ അവിടം വെച്ച് അവസാനിക്കുന്നു. AJ സ്റ്റൈൽസ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്ന ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ഗ്ലൗസൊക്കെ ഊരി റിങ്ങിലേക്ക് വെക്കാൻ പോകുന്ന AJ സ്റ്റൈൽസ് ഈ ഫാൻസിൻ്റെ ആരവത്തോടു കൂടി ആ ഗ്ലൗസ് തിരികെ ധരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ പോസിലൂടെ നിൽക്കുന്നതും അവസാനം വളരെ ഇമോഷണൽ ആയിക്കൊണ്ട് അദ്ദേഹം ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു മൊമെൻറ്റും കാണാൻ സാധിച്ചു. സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റ് അപ്ഡേറ്റ്സിൽ നിന്നും AJ സ്റ്റൈൽസ് റിട്ടയർ ചെയ്തു എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. WWE കരിയർ AJ സ്റ്റൈൽസ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാവുന്നതാണ്. എന്തായാലും ഗുന്തർ വേഴ്സസ് AJ സ്റ്റൈൽസ് അതൊരു ഗുഡ് അല്ലെങ്കിൽ എബോവ് ഗുഡ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു മത്സരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കരിയർ കില്ലർ എന്നുള്ള ഒരു നിക് നെയിമിൽ ഗുന്തറിനെ പ്രസൻറ്റ് ചെയ്യുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ തന്നെ AJ സ്റ്റൈൽസ് റോയൽ റംബിൾ 2026
റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചത് അത് കുറച്ച് നേരത്തെയായി പോയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമതായി റോയൽ റംബിൾ 2026 നമുക്ക് കാണാൻ സാധിച്ചത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ഡ്രൂ മാക്കിൻഡയർ സാമി സെയിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ഈ ഒരു മത്സരം ഒരു ഏവറേജിനേക്കാൾ താഴെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വീക്കിലി എപ്പിസോഡ്സായ റോയിലോ സ്മാക്ഡൗണിലോ വെക്കാൻ സാധിക്കുന്ന ഒരു മത്സരം എന്നുള്ളതിൽ ഉപരി ഈ മത്സരം കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും WWE ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. സാമി സെയിന് സൗദി അറേബ്യയിൽ വെച്ചൊരു ചാമ്പ്യൻഷിപ്പ് അവസരം കൊടുക്കുക, ഡ്രൂ മാക്കിൻഡയറിൻ്റെ ആദ്യ ടൈറ്റിൽ ഡിഫെൻസ്, ഒരു ഹോം ടൗൺ എന്ന് പറയാൻ പറ്റുന്ന റെസ്ലറിനെതിരെ ഒരു വിജയം കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു മൊമെൻറ്റ് സൃഷ്ടിക്കുക എന്നുള്ളതിൽ ഉപരി ഈ മത്സരം കൊണ്ട് ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിക്ടറി ഡ്രൂ മാക്കിൻഡയറിന് സാമി സെയിനെതിരെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു. സൗദി അറേബ്യയിൽ വെച്ചിട്ടുള്ള മത്സരങ്ങളിൽ സാമി സെയിൻ്റെ ആദ്യ പരാജയമാണ് ഇന്ന് ഡ്രൂ മാക്കിൻഡയറിനെതിരെയുള്ള മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഡ്രൂ മാക്കിൻഡയറിനെതിരെ ഇപ്പോൾ 12 മത്സരങ്ങളിൽ സാമി സെയിൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു മത്സരത്തിൽ പോലും വിജയിക്കാൻ സാധിച്ചില്ല. ഒരു മോശപ്പെട്ട റെക്കോർഡ് പിന്നെയും മുന്നോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ സാമി സെയിന് ഇനി എന്നാണ് ഒരു ചാമ്പ്യൻഷിപ്പ് അവസരം കിട്ടുക എന്നുള്ളത് അറിയില്ല. എന്തായാലും ഡ്രൂ മാക്കിൻഡയറിൻ്റെ കൈവശം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റസൽമീനിയ വരെ ഓൾമോസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലീനായി പിൻഫോളിലൂടെ സാമി സെയിനെ പരാജയപ്പെടുത്തി ഡ്രൂ മാക്കിൻഡയർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. റോയൽ റംബിൾ 2026 മെയിൻ ഇവൻറ്റ് നമുക്ക് മെൻസ് റോയൽ റംബിൾ മത്സരത്തോട് കൂടിയിട്ടാണ് കാണാൻ സാധിച്ചത്. ആദ്യത്തെ എൻട്രൻ്റായിട്ട് മുൻ NXT ചാമ്പ്യനായ ഒബാ ഫെമിയാണ് വരുന്നത്. രണ്ടാമത്തെ റെസ്ലറായി ദ വിഷൻ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ബ്രോൺ ബ്രേക്കർ ആയിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത്. ബ്രോൺ ബ്രേക്കർ ഇറങ്ങിലേക്ക് വരുന്നു. പെട്ടെന്ന് എവിടെ നിന്നൊരു മാസ്ക് ഇട്ട മുഖം മൂടിയായിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു വ്യക്തി ബ്രോൺ ബ്രേക്കറെ ആക്രമിക്കുന്നു. എന്നിട്ട് ബ്രോൺ ബ്രേക്കറിനെ റിങ്ങിലേക്ക് ഇടുന്നു. റിങ്ങിലേക്ക് ഇട്ട് ആ ഒരു മത്സരം ആരംഭിച്ച ഉടനെ തന്നെ ഒബാ ഫെമി ബ്രോൺ ബ്രേക്കറിനെ എലിമിനേറ്റ് ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നാലെ വന്ന റൂസേവ്, സോളോസിക്കോവ, റെയ്മിസ്റ്റിഡിയോ എന്ന ഹോൾ ഓഫ് ഫെയിമർ, മാറ്റ് കാർഡോണ എന്ന് പറയുന്ന റെസ്ലർ തുടങ്ങിയവരെയൊക്കെ പുറത്താക്കിക്കൊണ്ട് തുടക്കത്തിൽ വന്ന 5 റെസ്ലേഴ്സിനെയും പുറത്താക്കിക്കൊണ്ട് ഒബാ ഫെമി താൻ എന്തിനാണ് വന്നത് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായി പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് മത്സരത്തിലൊരു മാറ്റം സംഭവിക്കുന്നത് 7ാമത്തെ നമ്പറായിട്ട് വന്ന ഡാമിൻ പ്രീസ്റ്റും 8ാമത്തെ നമ്പറായിട്ട് വന്ന ജിവോൺ എവൻസും റിങ്ങിലേക്ക് എത്തുന്നതോട് കൂടിയിട്ടാണ്. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ്, ഇവർ ഒബാ ഫെമിക്കെതിരെ പിടിച്ചു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. 12ാമത്തെ നമ്പറായിക്കൊണ്ട് നിലവിലെ എൽ ഗ്രാൻഡെ അമേരിക്കാനെയും 13ാമത്തെ നമ്പറായിക്കൊണ്ട് ഒറിജിനൽ എൽ ഗ്രാൻഡെ അമേരിക്കാനെയും വരുന്നു. ഇരുവരും ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു മൊമെൻറ്റും ഇവരുടെ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ആ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് എൽ ഗ്രാൻഡെ അമേരിക്കാനോ ഈ റെഡിക്കുള്ള ഒറിജിനൽ എൽ ഗ്രാൻഡ് അമേരിക്കാനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മാസ്ക് ഊരിയിട്ടൊക്കെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒറിജിനൽ അമേരിക്കാനോ ഇപ്പോഴത്തെ ലുഡ്വിഗ് കൈസർ ചെയ്യുന്ന എൽ ഗ്രാൻഡ് അമേരിക്കാനയെ പുറത്താക്കുന്നു. അങ്ങനെ ഇതേ ഒറിജിനൽ എൽ ഗ്രാൻഡ് അമേരിക്കാനയെ അപ്പോൾ തന്നെ ട്രിക് വില്യംസ് എലിമിനേറ്റ് ചെയ്യുന്നു. ഇതേ ട്രിക് വില്യംസിനെ അപ്പോൾ തന്നെ കോഡി റോഡ്സ് എലിമിനേറ്റ് ചെയ്യുന്നതുമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. 14ാമത്തെ നമ്പറായിരിക്കും മുൻ പവർ ഹൗസ് ഹോപ്സ് എന്ന് AEWയിൽ അറിയപ്പെട്ടിരുന്ന താരം ഇപ്പോൾ റോയ്സ് കീസ് എന്ന നെയിം സ്വീകരിച്ചിട്ടുള്ള താരത്തിൻ്റെ ഒരു ഡെബ്യൂ ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം റിങ്ങിലേക്ക് വരുന്നു, പ്രീസ്റ്റുമായിട്ടുള്ള ഒരു ഫൈറ്റ് കാഴ്ചവെക്കുന്നു. ഡാമിൻ പ്രീസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് 20ാമത്തെ നമ്പറായിട്ട് വന്ന ലോഗൻ പോളും, 16ാമത്തെ നമ്പറായിട്ട് വന്ന ബ്രോൺസൺ റീഡ്, 15ാമത്തെ നമ്പറായിട്ട് വന്ന ഓസ്റ്റിൻ തിയറി, ദ വിഷൻ ടീം പൂർണ്ണമായി റിങ്ങിലേക്ക് എത്തുന്ന ഒരു സമയത്ത് ലാ പാർക്ക, റോയ്സ് കീസ്, ഡ്രാഗൻ ലീ തുടങ്ങിയവരെയൊക്കെ പുറത്താക്കുന്ന വിഷൻ ടീമിൻ്റെ കുറച്ച് ടാഗ് ടീം കോമ്പിനേഷൻസ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ വിഷൻ ടീം കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു സമയത്താണ് 21ാമത്തെ നമ്പറായിട്ട് LA നൈറ്റിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് കാണാൻ സാധിച്ചത്. LA നൈറ്റ് റിട്ടേൺ ചെയ്ത് വന്നതിന് ശേഷം ഓസ്റ്റിൻ തിയറി, ബ്രോൺസൺ റീഡ് തുടങ്ങിയവരെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതും ദ വിഷൻ ടീമിൻ ലോഗൻ പോൾ മാത്രം അവശേഷിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 22ാമത്തെ നമ്പറായിട്ട് ബ്രോക്ക് ലെസ്നർ റിങ്ങിലേക്ക് വരുന്നു. ബ്രോക്ക് ലെസ്നർ വന്ന ഉടനെ തന്നെ ജർമ്മൻ സൂപ്ലക്സും മറ്റും ഉപയോഗിച്ചുകൊണ്ടും അവിടെയുള്ള എല്ലാ റെസ്ലേഴ്സിനെയും ആക്രമിക്കുന്നു. പിന്നീട് ഒബാ ഫെമിയുമായിട്ട് ഫേസ് ടു ഫേസ് വരുന്നു. ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയും ലെസ്നറിനാണ് ചെറിയ രീതിയിൽ ആധിപത്യം കിട്ടിയത്. പിന്നീട് ഒബാ ഫെമി ലോഗൻ പോളിനെതിരെയുള്ള ഒരു ശ്രദ്ധ മാറ്റിയപ്പോൾ ലെസ്നർ ഒബാ ഫെമിയെ എലിമിനേറ്റ് ചെയ്യുന്നു. ഇംപ്രസീവായിട്ടുള്ള ഒബാ ഫെമിയുടെ ആ ഒരു പ്രകടനത്തിന് ബ്രോക്ക് ലെസ്നർ അവിടെ അന്ത്യം കുറിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരത്തിലേക്ക് കഴിഞ്ഞ റോയൽ റംബിളിലെ വിജയിയായ ജെ ഊസോയുടെ വരവ്, ജെ ഊസോയുടെ ഒരു വലിയ എൻട്രൻസ്, ഈ വലിയ എൻട്രൻസിനിടയിൽ ബ്രോക്ക് ലെസ്നറിനെ LA നൈറ്റും കോഡി റോഡ്സും എലിമിനേറ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അതൊരു മോശപ്പെട്ട രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. അതായത് ജെ ഊസോയുടെ എൻട്രൻസ് പൂർണ്ണമായിട്ടില്ല. അദ്ദേഹം കാണികൾക്കിടയിൽ കിടന്ന് ഈറ്റടിക്കുന്ന ഒരു സമയത്ത് ബ്രോക്ക് ലെസ്നറിനെ പോലെ 2 തവണ റോയൽ റംബിൾ വിജയിച്ച ആ റെസ്ലറിനെ കോഡി റോഡ്സും LA നൈറ്റും എലിമിനേറ്റ് ചെയ്യുന്നു. ഒരു ജോബർ റെസ്ലറിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്ന അതേ ഒരു
ഒരു ലാഘവത്തോടു കൂടി ബ്രോക്ക് ലെസ്നറിനെ എലിമിനേറ്റ് ചെയ്യുന്നു. അതൊരു മോശപ്പെട്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഈ റോയൽ റംബിൾ റിങ്ങിലേക്ക് വന്നതിന് ശേഷവും ജെ ഉസോ അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് ഇടുന്നതും അത് പിന്നെയും പ്ലേ ചെയ്യുന്നതും അദ്ദേഹം അത് വെറുപ്പിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഇത് മുമ്പും സർവൈവർ സീരീസ് വാർ ഗെയിംസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 26ാമത്തെ നമ്പറായിട്ട് വന്ന റോമൻ റീൻസ് ഈ മ്യൂസിക് ഒന്നുകൂടിയും ഇട്ട് ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് പറയുന്നു. അത് ഇടാൻ വേണ്ടി ശ്രമിച്ച ജെ ഉസോയെ അപ്പോൾ തന്നെ ആക്രമിച്ച് ഞാൻ നിൻ്റെ ഒപ്പം കളിക്കാനല്ല വന്നത് എന്നുള്ളത് അടിവരയിട്ട് റോമൻ റീൻസ് പറയുന്നുണ്ട്. അങ്ങനെ ലോഗൻ പോള്, ജിവോൺ എവൻസ് തുടങ്ങിയവരെ റോമൻ റീൻസ് സൂപ്പർമാൻ പഞ്ച് കൊടുത്ത് ആക്രമിക്കുന്നു. 23ാമത്തെ നമ്പറായിട്ട് വന്ന ദ മിസിനെ റോമൻ റീൻസ് എലിമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ റോമൻ റീൻസും കോഡി റോഡ്സും ഫേസ് ടു ഫേസ് വരുന്ന ഒരു സമയത്താണ് 27ാമത്തെ നമ്പറായിട്ട് ജക്കബ് ഫാറ്റുവിൻ്റെ കടന്നു വരവ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ജക്കബ് ഫാറ്റുവിൻ്റെ കടന്നു വരവും പിന്നീട് കോഡി റോഡ്സുമായിട്ടുള്ള ഒരു ഫൈറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. 28ാമത്തെ നമ്പറായിട്ട് പെൻഡ എന്ന് പറയുന്ന റെസ്ലറും 29ാമത്തെ നമ്പറായിട്ട് റാൻഡി ഓർണും കയറി വരുന്നു. അങ്ങനെ ഒരു ഫൈറ്റ് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. റോമൻ റീൻസ് കഴിവിൻ്റെ പരമാവധി എല്ലാവരെയും പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 30ാമത്തെ നമ്പറായിട്ട് വന്ന ഗുന്തർ എന്ന് പറയുന്ന കരിയർ കില്ലർ അദ്ദേഹം കൂടി റിങ്ങിലേക്ക് വന്നപ്പോൾ റോയൽ റംബിൾ എൻട്രൻറ്റുകൾ പൂർത്തിയാകുന്നു. അങ്ങനെ ഈ മത്സരം അവസാന ഒരു രീതിയിലേക്ക് കടക്കുന്നു. ഇനി മറ്റൊരു എൻട്രൻ്റ് ഇല്ല എന്നുള്ള ഒരു രീതിയിൽ ഇനി ആര് വിജയിക്കും എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ്. ഇതേ സമയത്ത് ഗുന്തറിൻ്റെ കാലിൽ ചെറിയ രീതിയിലുള്ള ഒരു പരിക്ക് നേരിട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളും അവർ നൽകുന്നുണ്ട്. അങ്ങനെ റാൻഡി ഓർട്ടൺ ജിവോൺ എവൻസിനെ പുറത്താക്കുന്നു. 40 മിനിറ്റിലധികം ജിവോൺ എവൻസ് ഈ ഒരു റിങ്ങിൽ ചിലവഴിക്കുന്നുണ്ട്. റാൻഡി ഓർട്ടണും കോഡി റോഡ്സും ചേർന്ന് ഗുന്തറിനെതിരെ ഒരു ടീമായിട്ടുള്ള ഒരു മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ കോഡി കട്ടർ എന്ന് പറയുന്ന മൂവ് ഗുന്തർ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് തന്നെ റാൻഡി ഓർട്ടനെതിരെയാണ് കോഡി പ്രയോഗിക്കുന്നത്. അത് ഇവർക്കിടയിൽ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടാക്കുന്നു. ഇതേ സമയത്ത് കോഡി റോഡ്സ് റിങ്ങിൻ്റെ പുറത്ത് എലിമിനേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു മൊമെൻറ്റ് വരുന്ന സമയത്ത് തിരികെ റിങ്ങിലേക്ക് കയറാൻ വേണ്ടി പോകുന്ന ഒരു സമയത്താണ് ഡ്രൂ മാക്കൻഡയറിൻ്റെ കടന്നു വരവും ഡ്രൂ മാക്കൻഡയർ കോഡി റോഡ്സിനെ ആക്രമിക്കുന്നതും. അങ്ങനെ കോഡി റോഡ്സ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഡ്രൂ മാക്കൻഡയർ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ളൊരു രീതിയിൽ ആ എൻട്രൻസ് റാമ്പിലൂടെ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇതേ സമയത്ത് ജക്കബ് ഫാറ്റുവിനെ റോമൻ റീൻസ് എലിമിനേറ്റ് ചെയ്യുന്നത്. ജെ ഉസോ റോമൻ റീൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ റോമൻ റീൻസ് തിരിച്ചടിക്കുന്നു, ജെ ഉസോയെ എലിമിനേറ്റ് ചെയ്യുന്നു. അവസാനം റോമൻ റീൻസ്, ലോഗൻ പോള്, ഗുന്തർ, റാൻഡി ഓർട്ടൺ മാത്രം അവശേഷിക്കുന്നു. ഇതിൽ ലോഗൻ പോളിനെ റോമൻ റീൻസ് എലിമിനേറ്റ് ചെയ്യുന്നു. റാൻഡി ഓർട്ടനെ ഗുന്തറും എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അവസാനം ഗുന്തറും റോമൻ റീൻസും അവശേഷിച്ച മത്സരത്തിൽ ഒരു സ്പിയർ ഇട്ടുകൊണ്ട് ഗുന്തറിനെ എലിമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് 2026 മെൻസ് റോയൽ റംബിൾ റോമൻ റീൻസ് വിജയിച്ച് നേടിയെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റൂമേഴ്സിലൊക്കെ പറഞ്ഞതുപോലെ റോമൻ റീൻസിൻ്റെ വിജയം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. OTC വിജയിച്ചതിനെ സംബന്ധിച്ചും റോയൽ റംബിൾ 2026 സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.